സി കെ, കണ്ണൂരിൽ വലിയ വിപ്ലവങ്ങൾ നടന്ന കാലഘട്ടമാണ് കടന്നു പോകുന്നത്. അതെ, വിസ്മയങ്ങളും വിപ്ലവങ്ങളും. അപ്പോൾ എങ്ങനെയാണ് അതിനോടുള്ള ജനങ്ങളുടെ പ്രതികരണം പോളിംഗ് ബൂത്തിൽ? ദിവിഷ, ഞാൻ വലിയ തിരക്കൊക്കെ ഉണ്ടാകുന്നുള്ളൂ പ്രതീക്ഷിച്ച് ആണ് ഇവിടെ വന്നിരിക്കുന്നത്. നോക്കുക, ഇതാ വളരെ നിരാശയാണ് ഫലം. ഈ രണ്ട് ബൂത്തുകളിലും ക്യൂവിൽ പോയിട്ട് ഒരു മനുഷ്യൻ പോലും ഇല്ല എന്ന് തന്നെ പറയണം. ഈ വാർഡാണെങ്കിൽ നമ്മൾ കോഴിക്കോട് കണ്ണൂർ കോർപ്പറേഷൻ ഏറ്റവും ഹൃദയഭാഗത്ത് ഇത് ഏറ്റവും ശക്തമായ മത്സരം നടക്കുന്ന രാമേന്ദ്രൻ കടന്നപ്പള്ളിയും അതുപോലെ ടി.ഒ. മോഹനും സി രഘുനാഥും തമ്മിൽ വീറും വാശിയോടുകൂടി മത്സരിക്കുന്ന കണ്ണൂർ മണ്ഡലത്തിലെ നഗരത്തിലെ ഹൃദയഭാഗം തളാപ്പ് അമ്പലത്തോട് ചേർന്ന ഭാഗത്താണ്. പക്ഷേ ഇത് എന്തുകൊണ്ടാണ് ഈ ആളില്ലാത്തത് എന്നുള്ളൊരു കാരണം കൊണ്ടുണ്ട്. അത് ഞാൻ പറയാം. 1400-ലധികം വോട്ട് ഈ ബൂത്തിലുണ്ടായിരുന്നു. ഈ ബൂത്ത് ഇപ്പോൾ സ്പ്ലിറ്റ് ചെയ്ത് 4 ഭാഗത്തേക്ക് മാറ്റി. ഇവിടെ തന്നെ ഇതിപ്പോൾ 101-ഉം 102-ആയി മാറി. അതുകൊണ്ടാണ് ഒരു പ്രശ്നം തിരക്കില്ലാത്തത്. ബാക്കി 2 ബൂത്തുകൾ മറ്റ് സ്ഥലത്തേക്കൊക്കെ പോയി. അങ്ങനെ നോക്കുമ്പോഴാണ് ഇപ്പോൾ ഈ സമയം വരെ ആയിട്ട് രാവിലെ കുറച്ചു നേരം തിരക്കുകളൊക്കെ ഉണ്ടായിരുന്നു എന്നാണ് ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ ഇവിടെ പോളിംഗ് ഓഫീസർമാരും അതോടൊപ്പം തന്നെ അതിന് സഹായിക്കുന്ന സെക്യൂരിറ്റി ഓഫീസർമാരും അടങ്ങിയ ആൾക്കാർ മാത്രമേ ഉള്ളൂ. ഏതായാലും സ്ഥാനാർത്ഥി നമ്മുടെ ഈ പരിസരത്ത് BJPയുടെ സ്ഥാനാർത്ഥി സി രഘുനാഥ് ഈ പരിസരത്ത് എത്തിയിട്ടുണ്ട്. നമ്മൾ അദ്ദേഹത്തോടൊന്ന് ചോദിച്ചു നോക്കട്ടെ എന്തുകൊണ്ടാണ് ഇങ്ങനെ പോളിംഗ് ശതമാനം കുറവ്. രഘുട്ട്, എന്താ ഇങ്ങനെ ആൾക്കാർ വളരെ കുറവാണല്ലോ ഈ ബൂത്തിലൊക്കെ? ബൂത്ത് സ്പ്ലിറ്റ് ചെയ്തതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. പല സ്ഥലത്തും ബൂത്ത് നേരത്തെ 149 ബൂത്തിൽ നിന്ന് 179 ബൂത്തായി മാറിയിട്ടുണ്ട്. പല ബൂത്തുകളും വോട്ടിൻ്റെ അടിസ്ഥാനത്തിൽ കുറച്ച് തിരക്ക് കുറക്കാനുള്ള ചെയ്തിട്ട് രാവിലെ ഇവിടെ നല്ല തിരക്കുണ്ടായി. രാവിലെ എല്ലാ ബൂത്തുകളിലും നല്ല തിരക്കായിരുന്നു. ഇപ്പോഴേ എനിക്ക് തോന്നുന്നു ഇനി ഉച്ചയ്ക്ക് ശേഷമായിരിക്കും ഇനി എന്തായാലും ഒരു 3 മണി ശേഷം നല്ല ടേൺ ഔട്ട് ഉണ്ടാവുന്നു. രാവിലെ തിരക്കുണ്ടായിരുന്നു. ഇപ്പൊ കുറച്ച് ഭക്ഷണം കഴിച്ച് വരാം, ചോറും കറിയിലായി വരാന്നുള്ളത്. ഇനിയിപ്പോ ഒരു ഉച്ചക്ക് ശേഷം ഒരു ഭക്ഷണം കഴിച്ചിട്ട് ഒരു 3 മണിക്ക് കുറവായിരുന്നു. കുറവ് തന്നെയായിരുന്നു. രാവിലത്തെ ഒരു കുറച്ചൊരു തിരക്ക് എന്നല്ലാന്ന്, അതിനുശേഷം പിന്നെ കുറവ് തന്നെയായിരുന്നു. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഞാനിവിടെ വന്നപ്പോൾ ടൗണിൽ നിന്നുള്ള ഒരു ബൂത്തിലെ കാഴ്ചകളാണ് സി കെ വിജയൻ. അതിനൊപ്പം നമ്മൾ കാണുന്ന ഒരു ദൃശ്യമുണ്ട്. മറുഭാഗത്ത് എത്ര നേരമായി മുകേഷ് ഒന്ന് വോട്ട് ചെയ്യാൻ വേണ്ടി ക്യൂ നിൽക്കുന്നു എന്നുള്ള കാഴ്ച കാണുന്നത്. മറുഭാഗത്ത് ആരെങ്കിലും വരൂ വോട്ട് ചെയ്യൂ എന്ന് പറഞ്ഞ് കാത്തിരിക്കുന്ന. സി കെ, എന്റെ കൂടെ ഒരു അനുഭവം. ഇപ്പൊ ഈ ബൂത്ത് അദ്ദേഹം പറഞ്ഞ ശരിയാണ്. ബൂത്ത് സ്പ്ലിറ്റ് ചെയ്തതോടുകൂടി ഈ എണ്ണം അത് വളരെ പ്രത്യേക രീതിയിൽ മാറിയിട്ടുണ്ട്. അപ്പം ഞാൻ വോട്ട് ചെയ്യാൻ പോയപ്പോൾ 24, 25, 26 ബൂത്തുകളാണുള്ളത്. അതിൽ എൻ്റെ 26ആണ്. 24, 25 ഭീകര തിരക്ക്. ഞാൻ വിചാരിച്ചു 2 മണിക്കൂറോടെ നിൽക്കേണ്ടി വരും. പക്ഷേ എൻ്റെ ബൂത്തിലേക്ക് 26ലേക്ക് വന്നപ്പോൾ അവിടെ ആരുമില്ല. ഞാനാണ് ചെന്ന് വോട്ട് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഈ ബൂത്ത് സ്പ്ലിറ്റ് ചെയ്തപ്പോൾ ചിലയിടങ്ങളിൽ കൂടുതൽ ആളും ചിലയിടത്ത് പെട്ടെന്ന് ആളുകൾക്ക് വോട്ട് ചെയ്ത് പോരാവുന്ന ഒരു സാഹചര്യമുണ്ട്. അത് അങ്ങനെയുള്ളവർക്ക് നല്ല കാര്യമാണ്. ഒടുവിൽ മുകേഷ് വോട്ട് ചെയ്യാൻ പോവുകയാണ്. കുറേ നേരമായി അദ്ദേഹം കാത്തു നിൽക്കുന്നു. കഴിഞ്ഞ നേരം അരമണിക്കൂറിലധികമായി അദ്ദേഹം ക്യൂവിൽ നിൽക്കുന്നുണ്ട്.